Hello, I am Anuvi from St. Peter's College, Kolancheri. ഈ വീഡിയോയിൽ റിയൽ അനാലിസിസിൽ ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫൈൻ g from R to R by g of x is equal to 2x for x is rational and g of x is equal to x plus 3 for x irrational. Find all points at which g is continuous. ഏതൊക്കെ പോയിന്റിലാണ് g കണ്ടിന്യൂസ് എന്ന് കണ്ടുപിടിക്കണം. റാഷണൽ പോയിന്റിലും ഇറാഷണൽ പോയിന്റിലും ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് 3 എന്ന പോയിന്റിൽ മാത്രമാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക. ഈ 3 കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഏതൊരു റിയൽ നമ്പർ c എടുത്താലും അതിൻ്റെ നെയ്ബർഹുഡിൽ റാഷണൽ നമ്പറും കാണും ഇറാഷണൽ നമ്പറും കാണും. അപ്പോൾ സി എന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ അവിടുത്തെ ലിമിറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ വാല്യൂ ആയിരിക്കണം. എനിവേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ റാഷണൽ ആണ് എങ്കിൽ അവിടെ എടുക്കുന്ന വാല്യൂ 2x, ഇറാഷണൽ ആണെങ്കിൽ x plus 3. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ 2x is equal to x plus 3 ആയിരിക്കണം. 2x is equal to x plus 3 ആകുന്നത് നമുക്ക് ഈ എക്സ് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് മനസ്സിലാകും x is equal to 3 ആകുമ്പോൾ മാത്രമാണ്. അങ്ങനെയാണ് ഈ ഫംഗ്ഷൻ 3 എന്ന പോയിന്റിൽ മാത്രമാണ് കണ്ടിന്യൂസ് ആകുന്നത് എന്ന് നമ്മൾക്ക് കിട്ടുന്നത്. ഇനി കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഏത് എപ്സിലോൺ എടുത്താലും നമ്മളൊരു ഡെൽറ്റ കണ്ടുപിടിച്ച് കൊടുക്കണം. സച്ച് ദാറ്റ് whenever modulus of g of x minus g of c less than epsilon, whenever modulus of x minus c less than delta. Modulus of x minus c less than delta ആയിരിക്കുമ്പോൾ modulus of g of x minus g of c less than epsilon ആയിരിക്കണം. ഇവിടെ നമ്മൾ c equal to 3 ആണ്. 3 എന്ന പോയിന്റിൽ ആണ് കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇനി g of 3 എന്താണ്? 3 ഒരു റാഷണൽ നമ്പർ ആണ്. സോ g of 3 എന്ന് പറയുന്നത് 2 into 3 6 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുന്നു. ഇനി മോഡുലസ് ഓഫ് g of x മൈനസ് g of 3. സാധാരണ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വന്നാൽ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുക g of xന് പകരം g of xന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. g of 3ക്ക് പകരം g of 3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. g of 3 നമുക്ക് 6 ആണ് എന്ന് മനസ്സിലായി. പക്ഷെ g of x രണ്ട് വാല്യൂസ് ഉണ്ട്, 2x ഉണ്ട്, x plus 3 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? അപ്പം നമുക്ക് പറയാവുന്നത് g of xന് പകരം 2xും കൊടുക്കാം, x plus 3യും കൊടുക്കാം. അതുകൊണ്ട് this modulus will be less than or equal to supremum of modulus of 2x minus 6. അതായത് gxന് പകരം ഞാൻ 2x കൊടുക്കുന്നു. And x minus 3, അതായത് gxന് പകരം ഞാൻ x plus 3 കൊടുക്കുന്നു. അപ്പോൾ x plus 3 minus g of 3യുടെ വാല്യൂ ആയ 6. അങ്ങനെ നമുക്ക് x minus 3 എന്ന് കിട്ടുന്നു. ഇനി ഈ രണ്ട് വാല്യൂസിലെ സുപ്രീമം ഏതാണ്? ഇവിടെ 2x minus 6നെ നമുക്ക് 2 into modulus of x minus 3 എന്ന് എഴുതാം. അപ്പോൾ modulus of x minus 3യുടെ ഡബിൾ ആണ് ആദ്യം കിടക്കുന്ന വാല്യൂ. സോ അതിൻ്റെ സുപ്രീമം ഒബ്വിയസ്ലി 2 into modulus of x minus 3 ആയിരിക്കും. ഇനി ഈ ഒരു അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആകുന്നത് ഡെൽറ്റ എന്ത് ചൂസ് ചെയ്യുമ്പോഴാണ്? അപ്പോൾ ഇവിടെ നമുക്ക് x minus 3 ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടും. അതായത് ഡെൽറ്റ ആയിട്ട് നമ്മൾ എപ്സിലോൺ ബൈ 2 ചൂസ് ചെയ്താൽ ഈ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. അങ്ങനെ given epsilon there exists a delta equal to epsilon by 2 such that modulus of gx minus g3 less than epsilon whenever x minus 3 less than delta. That means g is continuous at c equal to 3. ഇനി നമുക്ക് c not equal to 3 ആണ് എങ്കിൽ g ഡിസ്കണ്ടിന്യൂസ് ആണ് എന്നും കൂടെ പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യുന്നത് ഡിറിച്ലെറ്റ് ഫംഗ്ഷന്റെ ഡിസ്കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാൻ ഉപയോഗിച്ച ടെക്നിക്കാണ്. അതായത് സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന റാഷണൽ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് എടുക്കുക, അതുപോലെ ഇറാഷണൽ നമ്പേഴ്സിന്റെ സീക്വൻസും എടുക്കുക. ഓക്കെ, ലെറ്റ് c not equal to 3, xn be a sequence of rational numbers converging to c
and yn be a sequence of irrational numbers converging to C. xn റാഷണൽ ആയതുകൊണ്ട് xnന്റെ ഇമേജ് എന്തായിരിക്കും 2xn ആയിരിക്കും. ഓക്കെ, ഇനി അതിലെ xn സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് ആണ്. സോ 2xn കൺവേർജസ് ടു 2c. അതുപോലെ yn ഇറാഷണൽ ആയതുകൊണ്ട് g of yn പ്ലസ് 3 ആണ്, അത് c പ്ലസ് 3യിലോട്ട് കൺവേർജ് ചെയ്യും. ഇനി സി എന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ xn കൺവേർജസ് ടു c ഇംപ്ലൈസ് g of xn കൺവേർജസ് ടു g of c. അപ്പോൾ ഇവിടെ xn കൺവേർജസ് ടു c ആണ്, അതുകൊണ്ട് g of xn കൺവേർജസ് ടു g of c ആയിരിക്കണം. yn കൺവേർജസ് ടു c ആണ്, സോ g of yn ഷുഡ് കൺവേർജ് ടു g of c. അതായത് g of xn-ഉം g of yn-ഉം ഒരേ റിയൽ നമ്പറിലോട്ട്, അതായത് g of c-യിലോട്ട് കൺവേർജ് ചെയ്യണം. അതായത് g of xn-ന്റെ ലിമിറ്റും g of yn-ന്റെ ലിമിറ്റും സെയിം ആയിരിക്കണം. പക്ഷെ g of xn-ന്റെ ലിമിറ്റ് 2c ആണ്, g of yn-ന്റെ ലിമിറ്റ് c പ്ലസ് 3 ആണ്. ഇത് രണ്ടും ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ അത് c ഈക്വൽ ടു 3 ആകുമ്പോൾ മാത്രമാണ്. സോ ആ ലിമിറ്റ് നോട്ട് ഈക്വൽ ആയിരിക്കും when c നോട്ട് ഈക്വൽ ടു 3. അതുകൊണ്ട് തന്നെ c നോട്ട് ഈക്വൽ ടു 3യിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.